രാഷ്ട്രീയ ഇറക്കത്തിലായ 2020യുമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ ഐക്യ മുന്നണി ഫലത്തിൽ BJPക്ക് തന്നെ ഒരു ബാധ്യതയാകും എന്ന് തീർച്ചപ്പെടുത്താം. ശ്രീ സാബു ജേക്കബ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രബുദ്ധമായ വികസന സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടല്ല കിഴക്കമ്പലത്ത് കോളിളക്കം സൃഷ്ടിച്ചത്. തൻ്റെ നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തുകളിൽ തൻ്റെ കമ്പനിയുടെ ലാഭവിഹിതത്തിൽ 2% മാറ്റിവെക്കേണ്ടി വരുന്ന കോർപ്പറേറ്റ് ഫണ്ട് എടുത്ത് തനിക്ക് താല്പര്യമുള്ള, തനിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന വിഭാഗം ആളുകൾക്ക് ചില പാസുകൾ നൽകി അതുപയോഗിച്ചുകൊണ്ട് വില കുറച്ചും സൗജന്യവുമായി ഭക്ഷണങ്ങളും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്യുന്ന പീപ്പിൾസ് ബസാർ എന്നൊരു സങ്കല്പം അവിടെ ആരംഭിക്കുകയും ഒരു ഘട്ടത്തിന് ശേഷം അത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്ത 2020 അതിൻ്റെയൊക്കെ പേരിൽ ഇന്ന് ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ BJP പുതിയൊരു പരീക്ഷണവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി ഇറക്കത്തിലൂടെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന 2020 ഒരിക്കൽ പ്രയോഗിച്ച് വിജയിച്ച ആ സംരംഭമുണ്ടല്ലോ, ഈ പറയുന്ന ബസാർ സങ്കല്പം, അത് കേരളത്തിൽ എല്ലായിടത്തും സൗജന്യമായ രീതിയിൽ നടപ്പിലാക്കി ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഭവങ്ങൾ വില കുറച്ചോ സൗജന്യമായി കൊടുക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ കോർപ്പറേറ്റ് ഫണ്ട് കൂടി ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നാൽ ഒരു പക്ഷേ ഇവരുടെ ഈ പൂതി കേരളത്തിൽ വിജയിച്ചേക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം നാളിതുവരെ വളരെ ഗൗരവതരമായ മതനിരപേക്ഷ വികസന സങ്കല്പങ്ങളൊക്കെയായി നടത്തിയ സംവാദങ്ങളിലൂടെ ഉയർന്നു വന്നതാണ്. അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ആയാലും അവർ മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ കോർപ്പറേറ്റ് വിരുദ്ധ ജനാധിപത്യപരമായ ചില ആസൂത്രണങ്ങൾ, ചില സങ്കല്പങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സംവാദങ്ങളിലൂടെയാണ് അവർ ജനങ്ങളെ സ്വാധീനിച്ചതെങ്കിൽ ഇത്തരം പൊടിക്കൈകളിലൂടെ ഒരു വിഭാഗം ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രീ സാബു ജേക്കബിന് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞുവെങ്കിൽ അവിടെ അദ്ദേഹം പരാജയപ്പെടുമ്പോഴാണ് ഈ പരാജയപ്പെട്ട പരീക്ഷണത്തെ BJPയോടൊപ്പം ചേർത്ത് കേരളത്തിലാകെ കൊണ്ടു നടക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളിയും സാബു ജേക്കബ് എന്ന മറ്റൊരു കോർപ്പറേറ്റ് മുതലാളിയും ചേർന്ന് ശ്രമിക്കുന്നത്. ഇത് അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല.